എല്ലാ DHSC ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും സെനിറ്റ് അക്കാദമിയുടെ വിക്ടറി കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 3-ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫസ്റ്റ് എയ്ഡ്, ബേസിക് മെഡിസിൻ, ഡിസബിലിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഈസിലി നമുക്കതെങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ എഴുതാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ഇന്നത്തെ ടോപ്പിക്ക് ഡിസാസ്റ്റർ ആണ്. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തം. അപ്പം അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, എ ഡിസാസ്റ്റർ ഈസ് എ സീരിയസ് ഡിസ്റപ്ഷൻ ടു ദി ഫങ്ഷനിങ് ഓഫ് എ കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി കോസ്ഡ് ബൈ എ ഹസാർഡസ് ഇവന്റ് ദാറ്റ് റിസൾട്ട് ഇൻ widespread human, material, economic or environmental losses that exceed the community's capacity to cope with its own sources. ഓക്കെ, ഡിസാസ്റ്റർ പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഫോട്ടോയിൽ നോക്കൂ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ സൊസൈറ്റിയിലോ നമ്മുടെ അതിൻ്റെ പ്രവർത്തനങ്ങളെ, സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയോ ഗുരുതരമായിട്ട് തടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം, അത് ഈ സംഭവം മൂലം നമ്മുടെ സമൂഹത്തിന്റെ കോപ്പിംഗ് കപ്പാസിറ്റി, ഓരോ സമൂഹത്തിന് അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിക്കും ഒരു കോപ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിന് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ കപ്പാസിറ്റിനെയാണ് നമ്മൾ കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയാം. പക്ഷെ ഡിസാസ്റ്റർ എന്ന ഇവന്റ് വരുമ്പോൾ ആ കോപ്പിംഗ് കപ്പാസിറ്റി കൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. അതാണ് എന്ത്, ഡിസാസ്റ്റർ. ഓക്കെ, ഡെഫിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഡിസാസ്റ്ററിന്റെ ഡെഫിനേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഈ ഡിസാസ്റ്റർ വന്നാൽ നമ്മൾ അങ്ങനെ അതിനെ മാനേജ് ചെയ്യും. അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് റിസോഴ്സസ് ടു പ്രിപ്പയർ ഫോർ, റെസ്പോണ്ട് ടു ആൻഡ് റിക്കവർ ഫ്രം ഡിസാസ്റ്റേഴ്സ്, എയിമിംഗ് ടു മിനിമൈസ് ദെയർ ഇമ്പാക്റ്റ്. ഓക്കെ, ഈ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞ ഇമ്പാക്റ്റ് നമ്മൾ കോപ്പ് ചെയ്യാനുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ, അതുപോലെ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരെയും പ്രിപ്പയർ ആക്കുക, കമ്മ്യൂണിറ്റീനെ തയ്യാറെടുപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഫിഷ്യൻ്റ്ലി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ആയിട്ട് റെസ്പോണ്ട് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ആ ഡിസാസ്റ്ററിൽ നിന്ന് റിക്കവറി ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റീനെ കൊണ്ടുവരും, അതൊക്കെ എയിം ചെയ്തുകൊണ്ട് ഡിസാസ്റ്ററിന്റെ ഇമ്പാക്റ്റിനെ മിനിമൈസ് ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റും ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ്, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തു. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അതിനെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ആ ഡിസാസ്റ്റർ എന്താണ്, അതിന്റെ കാരണം എന്താണ്, അതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. ഐഡന്റിഫൈ ഹസാർഡ് ആൻഡ് ഇറ്റ്സ് കോസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റെഡ്യൂസിങ് വൾനറബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ലോസസ് ഓഫ് ഹസാർഡ്. വൾനറബിലിറ്റി ഇനി വരുന്ന സ്ലൈഡിൽ നമ്മൾ പഠിക്കും. വൾനറബിലിറ്റി എന്ന് പറഞ്ഞാൽ ദുർബലത. ഒരു ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ആരേനൊക്കെ അത് ബാധിക്കും, അതും ഈ ഡിസാസ്റ്ററിന്റെ ലോസസും റെഡ്യൂസ് ചെയ്യും. അതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. തേർഡ് പോയിന്റ് ഈസ് അസസിങ്, റിവ്യൂയിങ് ആൻഡ് കൺട്രോളിങ് ദ റിസ്ക്. ഡിസാസ്റ്റർ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളെ അസസ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, അതിന്റെ റിസ്കിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഫോർത്ത് പോയിന്റ് ഈസ് അപ്ലൈയിങ് എഫിഷ്യന്റ്, എഫക്റ്റീവ്, സസ്റ്റൈനബിൾ റിലീഫ്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റിലീഫ് ക്യാമ്പ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക, അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, മണി, ഇപ്പൊ മെഡിസിൻ ഒക്കെ എടുക്കുന്ന ആൾക്കാച്ചെങ്കിൽ അങ്ങനത്തെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, മെഡിക്കൽ ആൻഡ് അതർ ഫെസിലിറ്റീസ് ഇൻ ഡിസാസ്റ്റർ
affect people, thus they can survive. Fifth point is reducing the damage, death, sufferings and destruction of any natural and human induced disaster. ഡിസാസ്റ്റർ രണ്ട് തരത്തിലുള്ളത്. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്ററും പിന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്ററും. ഏത് ഡിസാസ്റ്റർ ആണെങ്കിലും അതിൻ്റെ ഡാമേജ്, ഡെത്ത്, ഡിസ്ട്രക്ഷൻ അതൊക്കെ റെഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് ഡിസാസ്റ്റർ മൂലം ഉണ്ടാകുന്ന എല്ലാവിധ ലോസസും റെഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഗിവിങ് പ്രൊട്ടക്ഷൻ ടു വിക്ടിംസ്. ആ ഡിസാസ്റ്റർ സർവൈവ് ചെയ്ത് വന്ന സർവൈവേഴ്സിനെ അല്ലെങ്കിൽ വിക്ടിംസിനെ പ്രൊട്ടക്ഷൻ നൽകുക. ലാസ്റ്റ് വൺ, ഇൻക്രീസിങ് സ്ട്രെങ്ത് എമംഗ് പീപ്പിൾ ടു സർവൈവ് അഗെയിൻസ്റ്റ് ഡിസാസ്റ്റർ. സർവൈവ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ പ്രൊട്ടക്ഷനും നൽകണം, അവരെ മെന്റലി അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ അവരെ സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താന്ന് എഴുതുക, എന്നിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസാസ്റ്റർ 2 രീതിയിലുള്ളത് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് വൺ നാച്ചുറൽ ഡിസാസ്റ്ററും സെക്കൻഡ് വൺ മാൻമെയ്ഡ് ഡിസാസ്റ്ററും. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം എന്തൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റർ, എന്തൊക്കെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയാൽ തന്നെ, പ്രകൃതിയിലത്തെ ഫോഴ്സസും കാര്യങ്ങളും കാരണം വരുന്നതാണ് എന്ത്, നാച്ചുറൽ ഡിസാസ്റ്റർ. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സുനാമി, ഫ്ലഡ്സ്, ലാൻഡ് സ്ലൈഡ്സ്, ഹ്യൂറിക്കെയിൻസ്, ഡ്രോട്ട് ഒക്കെ. മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്ററിന് എക്സാമ്പിൾ ആണ് ഹസാഡസ് മെറ്റീരിയൽ സ്പിൽസ്, എക്സ്പ്ലോഷൻസ്, കെമിക്കൽ ഇഞ്ചുറീസ്, ബയോളജിക്കൽ അറ്റാക്സ് ഒക്കെ മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് എക്സാമ്പിൾ ആണ്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ എങ്ങനെ ഉണ്ടാവുക? മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആർ കോസ്ഡ് ബൈ ദി ആക്ടിവിറ്റീസ് ഓഫ് മെൻ. നമ്മുടെ സമൂഹത്തിലെ മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണം, മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികൾ കാരണം ഉണ്ടാവുന്ന ഡിസാസ്റ്റർ ആണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കി. ഇതുപോലെ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്ററിനെയും മാൻമെയ്ഡ് ഡിസാസ്റ്ററിനെയും എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ എഫക്റ്റ് കുറയ്ക്കാനുള്ള സ്റ്റെപ്സ് എടുക്കണം. അതുപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്ററിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കൃത്യമായ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ പ്രിവെൻഷൻ മെത്തേഡും യൂസ് ചെയ്തിട്ടും വേണം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഓക്കെ, നാച്ചുറൽ ഹസാർഡ്സിനെ പിന്നെ നമ്മുടെ കെ പാർക്ക് ടെക്സ്റ്റില് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 രീതിയിലാണ്. ഏതൊക്കെ? ജിയോ ഫിസിക്കൽ, ഹൈഡ്രോളജിക്കൽ, ക്ലൈമറ്റോളജിക്കൽ, ബയോളജിക്കൽ. 4 രീതിയിലാണ് നാച്ചുറൽ ഹസാർഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജിയോ ഫിസിക്കലിൽ വരുന്നതാണ് എർത്ത് കേക്ക്, വോൾക്കാനോ, സുനാമീസ് ഒക്കെ. ഹൈഡ്രോളജിക്കലിൽ വരുന്നതാണ് ഫ്ലഡും ലാൻഡ് സ്ലൈഡ്സും. ക്ലൈമറ്റോളജിക്കൽ വരുന്നതാണ് ഡ്രോട്ട്, എക്സ്ട്രീം ഹോട്ട് ഓർ കോൾഡ് കണ്ടീഷൻസ് എക്സിട്ര. ബയോളജിക്കലില് എപ്പിഡമിക്, ഇൻസെക്ട് ഇൻഫെസ്റ്റേഷൻ ഒക്കെ ബയോളജിക്കലിലാണ് വരുന്നത്. അപ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷനും അതിന്റെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലഡ് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോളജിക്കലിലാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ഏരിയയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഡിസാസ്റ്ററും ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റും നാച്ചുറൽ ഡിസാസ്റ്റർ വേഴ്സസ് മാൻമെയ്ഡ് ഡിസാസ്റ്ററും ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.